ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കൊഡാക്കിൻ്റെ മോജോ കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളോട് തമ്മിൽ കണ്ടായിരിക്കും. ഇപ്പോൾ എനിക്ക് കോട്ടക്കിൻ്റെ മോജോ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ നമ്മുടെ അപ്രൂവ് ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ അഡീഷണൽ കാർഡുണ്ട്, രണ്ടാമത്തെ കോട്ടക്കിൻ്റെ കാർഡാണ്. എൻ്റെ ആദ്യത്തെ കോട്ടക് കാർഡ് നിങ്ങൾ കണ്ടായിരിക്കും, നമ്മുടെ ഇന്ത്യൻ ഓയിലിലെ കോട്ടക്കിൻ്റെ കാർഡായിരുന്നു. നമ്മളത് എനിക്ക് തോന്നുന്നു 2-3 മാസമായിട്ടുള്ള കൊടുത്തിട്ട് നമുക്ക് അതിൽ ഇത് ആക്ച്വലി ഷെയർ ലിമിറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അഡീഷണൽ കാർഡ് എടുക്കുമ്പോൾ വലിയ ബെനിഫിറ്റ് തരുന്നില്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷേ മോജോ കാർഡ് അത്യാവശ്യം നല്ലൊരു ട്രാവൽ പ്ലസ് ഷോപ്പിംഗ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിന് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നുണ്ട്, 1000 രൂപ പ്ലസ് GST വരുന്നുണ്ട്. പക്ഷേ ഇത് പിന്നെ പോരാത്തതിന് ഇത് റൂപേ വേരിയൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് UPI ഉപയോഗിക്കാൻ പറ്റും. ഞാൻ മോസ്റ്റ്ലി ഇത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശമില്ല കേട്ടോ, മോസ്റ്റ്ലി ആക്ടിവേറ്റ് ചെയ്യില്ലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കേണ്ടതിൽ കോട്ടക്കിൻ്റെ കാർഡായിട്ട് ഷെയർ ലിമിറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. കോട്ടക്കിൻ്റെ കാർഡിൽ എനിക്ക് 1,60,000 സംതിങ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും എനിക്ക് എന്താ പറയുക, ആനുവൽ ചാർജും ജോയിനിങ് ചാർജുള്ള കാർഡായിരുന്നു, ഫ്രീ അല്ല. അപ്പോൾ ഇതും ചാർജുള്ള കാർഡ് നമ്മളെന്തായാലും ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്ത് നമ്മൾ അറിഞ്ഞിട്ട് തന്നെ അപ്ലൈ ചെയ്ത്, എന്താ വെച്ചാൽ നമുക്ക് വീഡിയോ പർപ്പസിന് വേണമല്ലോ. അപ്പോൾ ഞാൻ വേറെ ആൾക്കാരുടെ കാർഡൊന്നും എടുത്തിട്ട് കാണിക്കാറില്ല, നമ്മുടെ സ്ഥിരം കാർഡ് തന്നെ കാണിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ആക്ച്വലി ഷോപ്പിങ്ങിനും ട്രാവലിങ്ങിനും അത്യാവശ്യം നല്ല കാർഡ് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് വലിയ സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടാനില്ല. കാർഡ് ഡിസ്പാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ കാർഡ് വന്നിട്ട് അതിൻ്റെ അൺബോക്സിങ് വേറെ കാണിക്കാം. കാർഡിൻ്റെ ലുക്കും സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കോട്ടക്കിൻ്റെ കാർഡായാലും എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനും സംഭവങ്ങളൊക്കെ ഉള്ളൊരു കാർഡാണ്. കാണിച്ചാൽ അതിൻ്റെ ഫ്രണ്ടിൽ എന്തായാലും ഡീറ്റെയിൽസ് ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ സുഖമായിട്ട് കാണിക്കാം. ഇതും റൂപേ വേരിയൻ്റ് തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇത് ഒരു നല്ല തിളക്കം സംഭവമൊക്കെ ആയിട്ട് നല്ലൊരു കാർഡാണ്. ഇതിൻ്റെ പോലെ തന്നെ നല്ല അത്യാവശ്യം ഒരു വയലറ്റ് കളർ ഡിസൈനും സംഭവമൊക്കെ ആയിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് നമ്മുടെ മോജോ കാർഡ്. റിവാർഡ് റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 1 മോജോ പോയിന്റ് ആണ് എവരി 100 റുപ്പീസ് സ്പെൻഡ്. അതുപോലെ തന്നെ ഓൺലൈൻ സ്പെൻഡിന് 2.5 മോജോ പോയിന്റ് ആണ്. ഒരു മോജോ പോയിന്റ് 100 രൂപയാണ്, അതുകൊണ്ട് നല്ല പരിപാടിയാണ്. 0.25 പൈസയാണ്. പിന്നെ നമുക്ക് ട്രാവൽ ബെനിഫിറ്റ് ആയിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ചസ് നമുക്ക് പെർ ഇയറിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ്, അതായത് ഒരു ക്വാർട്ടറിൽ 2 നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇന്റർനാഷണൽ ലോഞ്ചസ് ഇല്ല, അത് വേറെ കാര്യം. പിന്നെ നമുക്ക് ഇൻഷുറൻസ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. 1.25 lakhs അൺഓതറൈസ് ട്രാൻസാക്ഷൻ ഓൺ സ്റ്റോളൻ കാർഡുകളിൽ നമുക്ക് ഒരു ഇൻഷുറൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കാർഡ് കളഞ്ഞു പോയിട്ട് അതിൽ ഒരു 1.5 ലക്ഷത്തിൻ്റെ ട്രാൻസാക്ഷൻ സംഭവമൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്കത് ഇൻഷുറൻസിൽ ബാധകമാണ് കേട്ടോ. പിന്നെ 0 ലയബിലിറ്റി പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതായത് കാർഡ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുമതല കഴിഞ്ഞ് കിട്ടി. പിന്നെ ഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആനുവൽ ഫീ വേണമെങ്കിൽ ജോയിൻ ഫീ വേണമെങ്കിൽ വേവ് ഓഫ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ഒരു 90 ഡേയ്സിൽ 30,000 സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആനുവൽ ഫീ ജോയിൻ ഫീ വേവ് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ആനുവലി 1 lakh സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആനുവൽ ഫീസും വേവ് ഓഫ് ചെയ്യട്ടെ. അപ്പം എന്നെ കൊണ്ട് ഒരു കാർഡിൽ ഒരു മാസത്തിൽ 30,000 സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പം ഞാൻ റീസെൻ്റ്ലി നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡിൻ്റെ മെമ്പർഷിപ്പ് കാർഡ് എടുത്തിട്ട് അതിനും ഇതേ പരിപാടി ഉണ്ട്. അതിന് നമ്മൾ വേവ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതിൽ നമ്മുടെ ആനുവൽ ഫീ വേവ് ഓഫ് മാത്രമേ ഉള്ളൂ. നമുക്ക് ജോയിൻ ഫീ വേവ് ഓഫ് സംഭവം Amex കാർഡിൽ ഇല്ല കേട്ടോ. പക്ഷെ നമ്മൾ 30,000 സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിനെ നമ്മുടെ ആനുവൽ ഫീൻ്റെ അത്രയും പോകുന്ന പോയിന്റ് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ അതിൽ EMI കാൽക്കുലേറ്റ് ചെയ്യില്ല, അത് വേറെ കാര്യം. 2 പേയ്മെൻറ്റും കാൽക്കുലേറ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ അത് കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ നോക്കിയിട്ട് തന്നെ ഇരിക്കണം. എന്ന് വെച്ചാൽ കുറേ കാർഡുള്ളതുകൊണ്ട് ഞാൻ ഒന്നാമതാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പർച്ചേസിങ്ങും സംഭവങ്ങളൊക്കെ നമ്മൾ കുറച്ചിട്ട് ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പണ്ടത്തെ പോലെ പർച്ചേസിങ്ങും സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ പെട്രോൾ ആയിക്കോട്ടെ, ഫ്യൂവൽ ആയിക്കോട്ടെ, അതും കുറവാണെന്ന് വെച്ചാൽ ഫുള്ള് ഇപ്പോൾ നമ്മൾ വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ കുറവാണ്. അപ്പോൾ ഇതിൽ എത്തിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ കാർഡിലും കൂടി അതിലും 30,000 തന്നെയാണ്. ഇതിലും 30,000 എത്തിക്കാൻ നടക്കുന്ന കാര്യമില്ല. പിന്നെ റിവാർഡ് റിഡംഷൻ ഫീസ് നമുക്ക് എക്സ്ട്രാ ഒന്നും ഇല്ല, ഇല്ലാണ്. ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് 3.5% വരുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 3.5% കേട്ടോ. ഫ്യൂവൽ സർചാർജ് വേവ് ഓഫ് വരുന്നുണ്ട്. നമുക്ക് 1% വേവ് ഓഫ് സർചാർജ് നമ്മൾ 500-ൻ്റെയും 3,000-ൻ്റെ ഇടയിൽ അടയ്ക്കുമ്പോൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ക്യാഷ് അഡ്വാൻസ് ഫീ ആയിട്ട് 300 രൂപയാണ് എവരി 10,000 റുപ്പീസ് ഇട്ട്. അതായത് ATM-ൽ വിഡ്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ 10,000 രൂപ വിഡ്രോ ചെയ്യുമ്പോൾ 300 രൂപ പിടിക്കും. അപ്പോൾ മിനിമം 500 രൂപ വിഡ്രോ ചെയ്യാനും 300 പിടിക്കും. അപ്പോൾ നഷ്ടമാണ്. ആഡ് ഓൺ കാർഡിന് നമുക്ക് ചാർജ് വരുന്നുണ്ട്, 299 ചാർജ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് എക്സ്ട്രാ ആയിട്ട് വരുന്നത് വലിയ സംഭവമൊന്നുമില്ല, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ മോജോ പോയിന്റ്സ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിനായിട്ട് വേണമെങ്കിൽ, അതായത് ക്രെഡിറ്റ് കാർഡ് ബില്ലിന് അഗെയിൻസ്റ്റ് വേണമെങ്കിൽ റിഡീം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം നമുക്കുണ്ട്. അത് നമ്മുടെ Amex കാർഡിലുണ്ട്, 2 കാർഡിലുണ്ട്. ഞാൻ Amex കാർഡിന് നമ്മുടെ അപ്ലൈ ചെയ്യാൻ 2 റെഫറൽ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്മാർട്ട് ഫോൺ കാർഡിൻ്റെ റെഫറൽ ലിങ്കും അതുപോലെ തന്നെ മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് ഇതും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ സുഖമായിട്ട് തന്നെ അപ്രൂവ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നല്ല ഓഫേഴ്സും ആമസോണിൽ ഇപ്പോൾ ഓഫേഴ്സും നമ്മളൊക്കെ ഞാൻ റീസെൻ്റ്ലി തന്നെ ഇന്നലെ നമ്മുടെ എന്താ പറയുക DJIൻ്റെ Action 4 ക്യാമറ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് വാങ്ങിച്ചത് നമുക്ക് 7% ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമസോണിൽ ഇടയ്ക്കിടയ്ക്ക് Amex കാർഡിന് ഓഫർ വരുന്നുണ്ട്, ഫ്ലിപ്കാർട്ടിനും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ്, കുഴപ്പമില്ലാത്ത ഓഫേഴ്സും സംഭവങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ മോജോ കാർഡിൻ്റെ സംഭവങ്ങൾ. ഇതിൽ മിനിമം ഏജ് കാറ്റഗറി കൊടുത്തേക്കുന്നത് 21 ഏജ് അബവ് ആണ് കേട്ടോ. അതുപോലെ തന്നെ മിനിമം ഇൻകം കൊടുത്തേക്കുന്നത് 4 lakh per annum കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള കാർഡ് തന്നെയാണ്, കുഴപ്പമില്ലാത്തൊരു, ഞാൻ പറഞ്ഞല്ലോ ഒരു ഷോപ്പിംഗ് പ്ലസ് ഒരുപാട് ഷോപ്പിംഗ് പ്ലസ് ട്രാവൽ കാറ്റഗറിയിലും കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുന്ന ഒരു കാർഡ് തന്നെയാണ്. 1000 രൂപ പ്ലസ് GST വരും കേട്ടോ. 1000 രൂപ പ്ലസ് 18% ഓഫ് 1000 രൂപ പ്ലസ് GST, ഓൾമോസ്റ്റ് ഒരു 1150 രൂപ ആ റേഞ്ചൊക്കെ പ്രൈസ് നമുക്ക് ജോയിനിങ് ചാർജ് ആനുവൽ ചാർജ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ നല്ലോണം അപ്രൂവ് ആവുന്നുണ്ട് നമ്മൾ, പ്രത്യേകിച്ച് ഈ മാസത്തിൽ കോട്ടക്കിൻ്റെ ഈ മോജോ കാർഡ് അത്യാവശ്യം പെട്ടെന്ന് അപ്രൂവ് ആണ്. എനിക്ക് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് 2ാമത്തെ ദിവസം നമുക്ക് അപ്രൂവൽ മെസ്സേജ് വന്നു. നിങ്ങൾ ഓൾറെഡി സ്ക്രീൻഷോട്ട് കണ്ടായിരിക്കും, സ്ക്രീൻഷോട്ട് ഇടാം. അപ്പോൾ ഒരു വെരിഫിക്കേഷനും ഒരു കോളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കൊരു കോൾ പോലും വന്നിട്ടില്ല. ഇത് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് ഈ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പറൊക്കെ ആയിട്ടൊരു മെസ്സേജ് വരുമല്ലോ, അത് വന്നു. അതിനുശേഷം നമുക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്രൂവ് ആയെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വന്നു കേട്ടോ. ഞാൻ റീസെൻ്റ്ലി നമ്മുടെ ഇൻഡസ്ഇൻ്റെ 0 ബാലൻസ് അക്കൗണ്ട് തുടങ്ങിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ മെസ്സേജ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ചെയ്തതാണ്, ഞായറാഴ്ച ചെയ്തുകൊണ്ടേ നമുക്ക് ഫുള്ള് സംഭവങ്ങൾ ആക്ടിവേറ്റ് ആയിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ പോയി വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ 2 ചാനലും കാണത്തിൽ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടാ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും ഉള്ളതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അടുത്ത കൊല്ലം ഡിസ്ക്രിപ്ഷൻ ചെക്ക് കൊടുത്തൊക്കെ മറക്കണ്ട. ലൈക്ക് അടിക്കാനും മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനും മറക്കണ്ട. ബൈ.